ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, കുറേ ദിവസമായിട്ടാണ് നമ്മൾ കിഴി എപ്പിസോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കിഴി എപ്പിസോഡ് നിങ്ങൾ നിർത്തിയോ, ഒഴിവാക്കിയോ? ഞങ്ങൾ അതിന്റെ കട്ട ആരാധകരാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഒഴിവാക്കേ, ഞങ്ങളുടെ പൂന്തുളയാട്ടം അവിടെയല്ലേ. ഏറ്റവും കൂടുതൽ ചെളി പറയുന്നത് ഞങ്ങൾ ആ കിഴി എപ്പിസോഡിലായിരിക്കും. ഞങ്ങളുടെ പീക്ക് ലെവല് അങ്ങ് താഴെയാന്ന് അറിയാം, എന്നാലും ആ ലെവല്, അതായത് ഞങ്ങളുടെ ഏറ്റവും ലോ ലെവൽ കാണുന്നത് കിഴി എപ്പിസോഡിലായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഇന്നത്തെ കിഴി എപ്പിസോഡിലേക്ക് കിടക്കാം. നല്ല മത്സരമായിരിക്കും, കട്ട മത്സരമായിരിക്കും. ഓക്കെ, പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ വന്നേക്കാം. ആ ഡിസ്റ്റർബൻസിനെ മറികടക്കുന്ന എപ്പിസോഡ് ആയിരിക്കണം നമ്മുടേത്. പിന്നെ ഉറപ്പല്ല, അത് മത്സരത്തിൽ പിടിക്കണം. പിന്നെ എന്താ, തീർച്ചയായിട്ടും. കുറെ നാളുകൾക്ക് ശേഷം വിളിക്കുകയാണ്. ഐശ്വര്യമായിട്ട് ടൈലങ്ങ് വിളിച്ചിട്ടുണ്ട്. ഹെഡാണ് കിട്ടിയിരിക്കുന്നത്. ഐശ്വര്യ എനിക്കാണ്. ഓക്കെ, ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫസ്റ്റ് വൺ. ആ, പോന്നോട്ടെ. ഭീകരൻ, കൊടും ഭീകരൻ. ജോമോൻ ജ്യോതിർ നായകനാവുന്ന സിനിമയാണ്. അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. ഭീകരൻ. ജിബു ജേക്കബാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഹൈബ്രിഡ് ഷൈനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റഫ് ആൻഡ് ടഫ് ഭീകരൻ. സംഭവം ജോമോൻ ഇതിനുള്ള ആളുണ്ട് എന്ന് നമുക്ക് അടുത്ത് കണ്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും ഗംഭീരാണ് ആള്, വേറെ ലെവലാണ്. ആളെ ഇനി കുറച്ച് നാളത്തേക്ക് മലയാള സിനിമയിൽ തകർക്കാൻ പോകും. അത് അത്ര തന്നെ ഉള്ളൂ. എന്തായാലും അടുത്തത് SDGM സിനിമയില് രൺദീപ് ഹൂഡ ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ആളുടെ ബർത്ത്ഡേ ആണ്. യെസ്. ഇത് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഗോപിചന്ദ് മൾനേനി, സണ്ണി ഡിയോളും. അതാണ് SDGM. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. യെസ്. ഓക്കേ, കഴിഞ്ഞു. സിമ്പിൾ അല്ല, സിമ്പിൾ. അടുത്തത് നുണക്കുഴി സിനിമയുടെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ 12 കോടി എന്ന് ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, ബേസിൽ ജോസഫ് അതിപ്പോ മറ്റേ ആളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ അതായത് ജോമോൻ ജ്യോതിറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ബേസിൽ ജോസഫ്. ഒരു എന്താ പറയാ, സിനിമ ഹിറ്റുമാണ്. ആളുടെ പേരിൽ തന്നെ എത്ര കോടികളുടെ സിനിമകളാണ് ഉള്ളത് ഇപ്പം, അല്ലേ? ഒരു മിനിമം ഗ്യാരണ്ടീന്റെ അപ്പുറം ആണ് ശരിക്ക്. അടുത്ത ജനപ്രിയ നായകനാണ്. ഏത് സിനിമയ്ക്കും കളക്ഷൻ നേടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അത് ആളുടെ സിനിമയ്ക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അടുത്തത് 7 കടൽ 7 മലൈ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നവംബറിലേക്കാണ് പ്ലാനിങ്. വരുമെന്ന് വിചാരിക്കുന്നു. നവംബറിൽ സംഭവിക്കാനാണ്. ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയ സിനിമയാണ് കേട്ടോ. നിവിൻ പോളിയുടെ, അതേപോലെ അഞ്ജലി, പിന്നെ സൂരി, ഇവിടെ 3 പേരുടെയും ഒരു കിടിലൻ പെർഫോമൻസ് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. എന്തായാലും ഒരു വെറൈറ്റി കഥയാണ്. അതെ. അടുത്തത് ദാവീദ് സിനിമയുടെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടുണ്ട്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗംഭീരം, കിടിലൻ സാധനല്ലേ. ഇത് കണ്ടറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി. അത് സത്യമായിട്ടുള്ള പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് ആ സിനിമ എന്തായിരിക്കും, എന്താണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്, അല്ലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാവും. അതെ, ഇതിന്റെ ടൈറ്റിലിങ് എന്തായിരുന്നു, ആ വീഡിയോ ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു. എന്താണെങ്കിലും ഗംഭീരമാട്ടെ. അതെ. അടുത്തത് വണങ്ങാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. വണങ്ങാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 27 പ്ലാൻ ചെയ്യുന്നു കേട്ടോ. സെപ്റ്റംബർ 27 കുറെ സിനിമയുണ്ട് കേട്ടോ. മെയ് എഴുകാനൊക്കെ സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27 നമ്മുടെ ലക്കി ഭാസ്കർ ആദ്യം സെപ്റ്റംബർ 27 അതിനുശേഷമായിരുന്നു പിന്നെ മാറ്റിയത്. സെപ്റ്റംബർ 27 ദേവര. യെസ്, നമ്മുടെ ബാലയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അരുൺ വിജയ് ആണ് നായകനായിട്ട് എത്തുന്നത്. സൂര്യ നായകനാകേണ്ടിരുന്ന സിനിമയായിരുന്നു, പിന്മാറിയതാണ്. പിന്നെ അടുത്തത് അരുൺ വിജയ് ഒരു കോലമായിട്ടുണ്ടെന്ന് തോന്നുന്നു പോസ്റ്ററൊക്കെ കാണുമ്പോൾ. അടിയുണ്ട്. അടുത്തത് ജോക്കർ. എനക്കും കാണിക്കാൻ അവിടെ അത് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇരിപ്പുണ്ട് ജോക്കേഴ്സ് 2 ലിപ്പില്ല ഇവിടെ. മൊത്തം 4 ജോക്കർമാരുണ്ട് ഇവിടെ. അതല്ല, നമ്മൾ തന്നെയാണത്. ജോക്കർ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു.
ഒക്ടോബർ 4-ന് സിനിമ വേൾഡ് വൈഡ് തിയേറ്ററിലെത്തും. തികഞ്ഞ് ഒക്ടോബറിൽ ഒരു ആദ്യത്തെ 2 വീക്കിൽ ഫുൾ സിനിമ കേട്ടോ, വലിയ സിനിമകൾ. ഒക്ടോബർ 3 ബാരോസ്, ഒക്ടോബർ 4 ജോക്കർ, ഒക്ടോബർ 10-ന് മാർട്ടിനുണ്ട്, 11-ന് മാർട്ടിൻ, 10-ന് കങ്കുവ വേട്ടയ്യൻ, പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോടാ, ബോഗെയിൻവില്ല മലയാളത്തിൽ നിന്നും ഉണ്ട്. അടിപൊളി. എല്ലാം കൊണ്ട് നല്ല മാസമാണ്. അടുത്ത ലോൺ എടുക്കാനുള്ള സമയമായി. അടുത്തത് ARM സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് നമ്മുടെ തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ കന്നഡ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഹോംബാലെ ഫിലിംസ്. നല്ല കണ്ടന്റാന്ന് കേട്ടോ, അറിഞ്ഞത്. പ്രതീക്ഷയുള്ള സിനിമയാണ്. ഓണത്തിന് അടുത്തത് ലോകേഷ് കനകരാജ്, മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ്, ആമിർ ഖാൻ, ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ പോകുന്ന സിനിമ വരുന്നു. ജോക്കർ എടുത്തു. അല്ല ജോക്കർ എടുത്തു. ഇനി അതിനകത്ത് വേറെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇനി കൊണ്ടുപോടാണല്ലോ നീ എന്നെ ജയിക്കാൻ വിടുന്ന രീതിയിൽ സംസാരിച്ചു. കൊണ്ടുപോയി തിന്നുന്നു. അടുത്തത് റൈഫിൾ ക്ലബ് സിനിമയില് ഹനുമാൻ കൈൻഡ്. ഗ്ലോബൽ ഹിറ്റ്. ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ക്യാരക്ടർ നെയിം ബീര. ആൾ അഭിനയിക്കുന്ന സിനിമ അല്ലേ? അതെ. ആഷിഖ് അബു ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണെന്നുള്ളതാണ് കേട്ടത്. ഒരു നല്ല സിനിമ കാത്തിരിക്കാം. അടുത്തത് സൂര്യ 44, കാർത്തിക് സുബ്രാജ് പടം. സിനിമയുടെ ഷൂട്ടിംഗ് ലാസ്റ്റ് ഷെഡ്യൂള് നമ്മുടെ ഊട്ടിയിലായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് അറിയായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലാണ്, ഇടുക്കി. പിന്നെ അത് മാത്രമല്ല, അത് മൺഡേ തുടങ്ങും. അതിനുശേഷം നേരെ ചെന്നൈയിലേക്ക്. പരിപാടി ഉടനടി നടക്കട്ടെ. വരുന്നതിന് മുമ്പ് വരണം. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാവുന്നല്ലേ, അത്രേ ഉള്ളൂ. എല്ലാം കങ്കു പിന്നെ 44 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തേക്കും മറ്റേ വിടുതലൈ പാർട്ട് 2 തീർത്തിട്ട് ആശാൻ വരും. വാടിവാസൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കോളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാടിവാസലിന്റെ ഷൂട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ശരിക്കും സൃഷ്ടിക്കേണ്ടതിന് മുൻപുള്ള സത്യം. അടുത്തത് കങ്കുവ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഫാർസ് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. കങ്കുവല്ല അപ്പൊ ഓവർസീസ് മൊത്തം സ്വന്തമായിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞതാ. പിന്നെ അതായത് ഞാനവേല് പറഞ്ഞത് സ്വന്തമായിട്ട് തന്നെ ഓവർസീസ് ഇറക്കുന്നു. മൊത്തത്തിൽ അങ്ങനെ പോവാൻ പറ്റുണ്ടാവൂലേ? അത് പറ്റൂലേ, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എടുക്കണ്ടേ. ഓക്കെ, അടുത്ത കീഴേ ലക്കി ഭാസ്കർ ആൾറെഡി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 7-ന്, അതായത് മമ്മൂക്കയുടെ ബർത്ത്ഡേ ഡേറ്റിനായിരുന്നു അത് വെച്ചിരുന്നത്. എന്തായാലും അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല തീരുമാനമാണ്. കാരണം സെപ്റ്റംബർ 5-ന് ഒരു വലിയ സംഭവം വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ അത് മുങ്ങിപ്പോണ്ട. തിയേറ്റർ പോലും കിട്ടൂല ഇവിടെ. അതാണ് പ്രശ്നം. ഗോട്ടല്ലേ വരുന്നത്, കുറയും. അത്ര പ്രശ്നമായിരിക്കും. എന്തായാലും മാറ്റിയത് നന്നായി. അടുത്തത് സ്ത്രീ 2 സിനിമയുടെ കളക്ഷൻ 4 ദിവസം കൊണ്ട് 283 CR. നല്ല അഭിപ്രായവും. അതായത് ബോളിവുഡിന് ഇങ്ങനെ വല്ലപ്പോഴും നല്ല സിനിമകൾ വന്നിട്ട് ഇങ്ങനെ ഒരു കളക്ഷൻ കിട്ടുന്നുള്ളൂ. അവിടെ വന്ന് ഒരു കില്ലാടി വന്നിട്ട് വരുന്നുണ്ട് പോകുന്നുണ്ട്, ആരറിയുന്നു? ഞാൻ വരവറിയിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷെ പോക്ക എല്ലാരും അറിയുന്നത്. തിരിച്ചു പോകണത് മാത്രം അറിയും, വരവറിയില്ല. അടുത്ത കീഴി മണിച്ചിത്രത്താഴ്. എൻ്റെ മോനെ, എവർഗ്രീൻ ക്ലാസിക് മൂവി മണിച്ചിത്രത്താഴിൻ്റെ റിലീസ് നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഷോ പോയി കണ്ടു. അതിൻ്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഭീകരം. അത് എത്ര തവണ കണ്ട് നമ്മൾ മറന്നതാണെങ്കിലും മറക്കൂല, വേറെ കാര്യം. നമ്മൾ പഠിച്ചതാണെങ്കിലും ഇത് വീണ്ടും കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് കൊടൂരാണ്. അത് കണ്ട് തന്നെ അനുഭവിക്കേണ്ടതാണ്. നമ്മൾ വെറുതെ തള്ളുന്നതല്ല.
ഇത് ചിലരൊക്കെ നമ്മുടെ റിവ്യൂവിൻ്റെ താഴെ PR ആണോ എന്നുള്ള രീതിയിലൊക്കെ കമൻസ് കണ്ടു. ഒരിക്കലും നമ്മൾ PR ചെയ്യാറില്ല, അത് വേറെ കാര്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മണിച്ചിത്രത്താഴനൊക്കെ എന്തിനാണോ PR-ന്റെ ആവശ്യം? അതല്ല, നമ്മൾ ഇപ്പൊ പുതിയ രീതിയിൽ വന്നിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞപ്പോ അത് ഭീകര എക്സ്പീരിയൻസ്. അതായത് അന്നത്തെ പോലെ ഇപ്പൊ അന്ന് തിയേറ്ററിൽ കണ്ടാലും ആ എഫക്റ്റ് അല്ല ഇപ്പോ. അതെ, ഡോൾബി അറ്റ്മോസ്ഫിയർ ഇത് വരുമ്പോ അതിന്റെ സൗണ്ട് എഫക്റ്റ് വേറെ ഫീലാണ്. അതൊരു രക്ഷയില്ല. അത് ഞങ്ങൾ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പോയി ഒന്ന് കണ്ടു തന്നെ നോക്കണം. പിക്ചർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മാറ്റൊന്നുമില്ല, പക്ഷെ സൗണ്ട് എഫക്റ്റ് അത് ഭീകര. അത് നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്, അതൊരു സത്യം. എന്തായാലും ഫസ്റ്റ് ഡേ ഇതിന് 1.10 അല്ലേ, 1.10 CR കിട്ടി എന്നുള്ളതാണ്. നല്ല കളക്ഷനാണ്. അത് നമ്മുടെ പൈസ ഉണ്ടല്ലോ. അതുണ്ട്. സന്തോഷിച്ചോ. ഹായ് അതാണ് സന്തോഷിക്കുന്നു. സാധാരണ പൈസ പോകുമ്പോ എല്ലാവർക്കും വിഷമല്ലേ, നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ സന്തോഷിക്കുക. പിന്നല്ല, ഹാപ്പിയാണ്. ആ ഇന്ത്യൻ ടൂവിനൊക്കെ നമ്മളെ പൈസ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം ആലോചിച്ച് നോക്കിയോ, മനസ്സിൽ ഉള്ളിൽ പെട്ടെന്ന് വന്നതാ. സന്തോഷം തന്നിട്ട് അതിനുശേഷം വേദനിപ്പിക്കുന്ന വാക്ക് പറയുന്നു. അതാണ് അതിന്റെ രസം. വിഷമിപ്പിച്ച് ഇല്ലാതാക്കണം. വാഴ എന്തേ അറിയാം. പിന്നെ ഇതിനകത്തുള്ള വാഴേന്റെ കാര്യം പറഞ്ഞത്. വാഴ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ 8.2 CR, GCC 2.4 CR. അപ്പോൾ 10 കോടി കഴിഞ്ഞു. 2 സിനിമ ഒരേപോലെ പോകുന്നു. എന്താ മോനെ, ഇത് നമ്മുടെ വിജയം. നുണക്കുഴിയും വാഴയും രണ്ടും ഒരേപോലെ പോണ കളക്ഷന്റെ കാര്യത്തിലാണ്. നല്ല സിനിമകൾ വന്നാൽ അതിനി 3 എണ്ണം അല്ല 4 എണ്ണം ഒരുമിച്ച് വന്നാലും സിനിമയ്ക്ക് ആൾക്കാർ പോകും എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. പക്ഷെ വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ അത് നല്ലതല്ല, അത് ബാധിക്കുകയും ചെയ്യും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് തിയേറ്റർ ആ രീതിയിൽ തന്നെ കിട്ടണം. ഈ കൊച്ചു സിനിമകളുടെ കാര്യത്തിലല്ല കേട്ടോ നമ്മൾ പറഞ്ഞത്. അതായത് വലിയ ഇപ്പോൾ കങ്കുവ, വേട്ടയ്യൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ബാധിക്കും. അത് സത്യം കേട്ടോ. അതിന്റെ ശരിക്കും അതിന്റെ കളക്ഷനൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കും. ബിഗ് ബഡ്ജറ്റ് മൂവികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. എന്താണെങ്കിലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. 5-6 ദിവസം കിഴി എപ്പിസോഡൊന്നും ചെയ്യാഞ്ഞിട്ട് ഈ എൻഡിലൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഞാൻ അത് എനിക്കറിയില്ലടാ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.